ഇങ്ങനെയുള്ളവരെ വെച്ചേക്കാൻ പാടില്ല. ഇവനെയൊക്കെ അച്ഛനെ കൊല്ലുന്നവനെ ഇത്രയും കഷ്ടപ്പെട്ട് അയാൾ വളർത്തിയതിന് പരിഹാരമാണ് നമുക്ക് ചെയ്തത്. അതുകൊണ്ട് ഇവന്മാരെ പോലുള്ളവർ ജീവിച്ചിരിക്കാനേ പാടില്ല. ഇവനെയൊക്കെ അങ്ങ് തൂക്കിക്കൊന്നുള്ളതാണ്. ഇതാണ് ചെയ്യേണ്ടത്. ഇത്രയും നാൾ അവർ കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ, അതിന് പ്രതികാരമാണ് ഇവൻ ചെയ്തത്. അവർക്ക് ഇത് ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇവരെ പിടിച്ചുകൊണ്ട് പോയി അവർ ജയിലിലിടും. ജയിലിലിട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നല്ല ആഹാരം കൊടുത്ത് തിരിച്ച് നല്ല കൊഴുത്ത് വെളിയിൽ വരുന്നത് വീണ്ടും ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ടത് തിരിച്ച് പുറത്തു വിടരുത്. ഇല്ല, ഇവന്മാരെ അങ്ങ് തൂക്കിക്കൊന്നുള്ളതാണ്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും കൊലയും കൊള്ളയും നടക്കില്ല റോഡിൽ. ഒരുത്തന്നെ ഇത് സംഭവിച്ചാൽ വേറൊരുത്തൻ ചെയ്യൂല. അതറിയാമോ? ഇതങ്ങനെയല്ല. അവൻ 10 ദിവസം കഴിയുമ്പം അവനെ പിന്നെ പറഞ്ഞയക്കുക, പരോളിൽ വിടുക. പരോളിൽ വിട്ട് വീണ്ടും ചെയ്താൽ വീണ്ടും പിടിച്ചുകൊണ്ട് വിടുക, വീണ്ടും പരോളിൽ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. ഇന്നത്തെ വളർന്നു വരുന്ന തലമുറകളെന്ന് പറയുന്നത് മഹാവിപത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഒരുപാട് കുട്ടികളിങ്ങനെ പലതും അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ മയക്കുമരുന്നിലൊക്കെ ചെന്ന് വീഴുന്നത്. ഈ സമൂഹത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹത്തെ ഏറ്റവും വലിയ വിപത്താണ്. എല്ലാ മാതാപിതാക്കളും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം. ഇതൊരു മോശപ്പെട്ട അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമൂഹം. അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇതൊക്കെ ചെയ്യാവും. നാട് ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാവും? മകനെന്ന് പറയുമ്പോൾ അമ്മ 10 മാസം പ്രസവിച്ച് വളർത്തുന്നതാണ് ഒരു തള്ള ഒന്ന്. രണ്ടാമത് അച്ഛൻ ജന്മം കൊടുക്കുന്നു. പിന്നെ ഇപ്പം പണ്ടത്തേണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവും മാതാപിതു ഗുരു എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പയ്യന്മാർ കംപ്ലീറ്റും മദ്യവും കഞ്ചാവും ബ്രൗൺ ഷുഗറൊക്കെ അടിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ അച്ഛനെ അടിക്കുക, വെട്ടോത്തിയിടുക, വെട്ടിക്കൊല്ലുക. ഒരുപാടടുത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റി ഇതുകൊണ്ടാണ്. രണ്ടാമത് പയ്യന്മാരാകുമ്പോൾ നമ്മളെ കാറ്റും വളർന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പറയാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പയ്യന്മാരുടെ അവരെ കൂട്ടുകെട്ടാണ് അവരെ ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ അവരെ കൊണ്ട് മാക്സിമം ഉപദേശിക്കാം എന്നുള്ളതല്ലാതെ ഒരു അച്ഛൻ്റെ ഇതിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊന്നും നോക്കില്ല. ഇപ്പോഴത്തെ പയ്യന്മാർ അടിക്കുക അങ്ങനത്തെ അവരെ ഇതല്ല. അവരെ ഈ മദ്യവും അവരെ ലഹരിയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ല അവർക്കിപ്പോൾ സ്വന്തം അച്ഛനെ കൊല്ലണമെന്നോ എടുക്കണമോ ഇത് ചെയ്തത് എന്തായാലും 100% തെറ്റാണ് പയ്യൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവന് ഇനിയിപ്പം എന്തായാലും അവന് ജയിൽവാസം അനുഭവിച്ചേ പറ്റൂ. ഇനി അവൻ ഇറങ്ങിയിരുന്നാലും നാട്ടുകാരും പൊതുജനങ്ങളും അവൻ ആ രീതിയിലേ കാണുള്ളൂ. അച്ഛനെ കൊന്നോ ജാമ്യം കിട്ടിയിരുന്നാലും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിരുന്നാലും അച്ഛനെ കൊന്നവർ